പിന്നെ സ്വർണ്ണ ഈത്തപ്പഴം, സ്വർണ്ണ കിതാബ്, എന്തൊക്കെ നടത്തി? ഏതെങ്കിലും ഒരു കാര്യത്തിന് അടിസ്ഥാനം ഉണ്ടായിരുന്നോ? എല്ലാം പൊളിഞ്ഞ് പാപ്പ സൂട്ടായില്ലേ? ഏതെങ്കിലും ഒരു തെളിവുണ്ടായിട്ടാണോ ഈ പറഞ്ഞത്? എന്തെങ്കിലും ഉണ്ടായിട്ടാണോ? മുഖ്യമന്ത്രിയെ വേട്ടയാടാൻ കഴിയുന്നില്ല എന്നാ ഇരിക്കട്ടെ, മകളെ പിടിക്കാം. മുഖ്യമന്ത്രിയുടെ മകളെ വേട്ടയാടാൻ പുറപ്പെട്ടു. നന്നായി പഠിച്ചൊരു എഞ്ചിനീയറായി ജോലി ചെയ്യുന്നു. സ്വന്തമായൊരു കമ്പനി ഉണ്ടാക്കി, എക്സാലോജിക്. കമ്പ്യൂട്ടർ രംഗത്ത്, ഓൺലൈൻ രംഗത്തൊക്കെ വളരെ മെച്ചപ്പെട്ട നിലയിൽ പ്രവർത്തിക്കാൻ കഴിവുള്ള പ്രാപ്തിയുള്ള ഒരു പെൺകുട്ടിയായിരുന്നു, ഒരു സ്ത്രീയായിരുന്നു. അവരെ കമ്പനി ഉണ്ടാക്കി സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നു. അച്ഛന്റെ സഹായവും വേണ്ട, ആരെ സഹായവും വേണ്ട, ഒരു കമ്പനി ഉണ്ടാക്കി പ്രവർത്തിക്കുന്നു. ആ കമ്പനിയുമായിട്ട് നിരവധി കമ്പനികൾ കോൺട്രാക്ട് ഉണ്ട്. IT കമ്പനി അങ്ങനെയാണ്. ചിലത് ഹോംവർക്കാണ്, വീട്ടിൽ വെച്ച് ചെയ്യും. ഒരുപാട് കമ്പനികളുമായിട്ട് അങ്ങനെയാണ് വ്യാപാരം. അങ്ങനെ ഒരു കമ്പനിയുമായിട്ട്, നിരവധി കമ്പനികളുമായിട്ട് വ്യാപാരം. ആ കമ്പനിക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചില്ലേ? മാസപ്പടി എന്ന് പറഞ്ഞിട്ട് അവസാനം സുപ്രീം കോടതി വരെ പോയില്ലേ? എന്താ സുപ്രീം കോടതി പറഞ്ഞത്? ഒരു തെളിവുമില്ലാതെ അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ച് ഒരു സംസ്ഥാനത്തിന്റെ ഭാവി തകർക്കരുത്. ആ കോൺഗ്രസിന്റെ MLA ശല്യക്കാരനായ വ്യവഹാരി എന്ന പേര് കൊടുത്തില്ലേ ജനങ്ങൾ? എന്തെങ്കിലും ഒരു തെളിവുണ്ടായോ? എവിടെയെങ്കിലും ഒരു തെളിവുണ്ടോ? അതങ്ങ് കാലഘട്ടം പെട്ടുപോയി. സുപ്രീം കോടതിയും അതെല്ലാം നിരാകരിച്ചു. എന്നായിരിക്കട്ടെ, അടുത്ത ആരെയാ അവശേഷിക്കുന്നത്? മകനെ പിടിക്കാം. ആ ചെറുപ്പക്കാരൻ ഇവിടെ അച്ഛനോടൊപ്പം നിന്ന് ഇവിടെ ജീവിച്ചാൽ വേണ്ടാത്ത ഇതുപോലെ ആക്ഷേപങ്ങൾ ഉണ്ടാകും. ഈ കേരളത്തിൽ വരാതെ തന്നെ ഇല്ല. അച്ഛനെയും അമ്മയെയും സഹോദരിയെയും കാണാൻ ഏതെല്ലാം പ്രത്യേക ദിവസങ്ങളിൽ വന്ന് നേരെ അവരെയും കണ്ട് തിരിച്ചു പോകും. അതാ ആ ചെറുപ്പക്കാരനുള്ള അനുഭവം, ജീവിതാനുഭവം. ഒരു മുഖ്യമന്ത്രിയുടെ മകനായതുകൊണ്ട് സ്വന്തം അച്ഛനോടും അമ്മയോടൊപ്പം ജീവിക്കാൻ കഴിയാതെ നിൽക്കുകയാണ്. ആ മകനെ എന്തിനാ വേട്ടയാടിയത്? ആ മകനെ എന്തിനു വേട്ടയാടി? മാധ്യമങ്ങൾ ഉപയോഗിച്ചല്ലേ വേട്ടയാടിയത്? എത്ര അടിസ്ഥാനരഹിതമായ ആക്ഷേപമാണ് ഉന്നയിച്ചത്? ഇഡി ആർക്കാ അയച്ചിന് നോട്ടീസ്? ഇഡി ആർക്ക് നോട്ടീസ് അയച്ചിന്? ആര് വാങ്ങിയില്ല? എന്നാൽ അതിന്റെ ഈ ഇഡിയുടെ ഓഫീസിലെ ഡിസ്പാച്ചിങ് ലെഡ്ജറിൽ വേണ്ടേ? റിക്കാർഡിൽ വേണ്ടേ? നിങ്ങൾ ഇവിടുത്തെ പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് ഒരാൾക്കൊരു നോട്ടീസ് അയക്കുമ്പോൾ അവിടെ എഴുതി വെക്കും, സോ ആൻഡ് സോ ഇത്രാം തീയതി അയച്ചു. അയച്ചതിന്റെ എല്ലാ വിവരവും സീൽ പഠിച്ചു വെക്കും. ഒരു നോട്ടീസ് അയച്ചതിന്റെ എന്തെങ്കിലും ഉണ്ടോ? അന്നാ ഇന്ന് ചെറുപ്പക്കാരനായിട്ടുള്ള അവര് 11 വയസ്സേ ഉള്ള. ആദ്യം പറഞ്ഞു ഇത് നമ്മുടെ വടക്കാഞ്ചേരിയിലെ വീട് നിർമ്മാണം, അതിന്റെ ഭാഗമായിട്ടാണ് ഈ ആക്ഷേപം. പിന്നെ പറഞ്ഞു അതല്ല, ലാവലിന്റെ കാലത്ത് ആ കുട്ടിക്ക് 10 വയസ്സേ ഉള്ളൂ. ഇതാ ഇവിടുത്തെ മാധ്യമം, ഇതാ ഇവിടുത്തെ UDF അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ച് നേതൃരംഗത്ത് പ്രവർത്തിക്കുന്ന നേതാക്കളെ വ്യക്തിഹത്യ നടത്തിയാൽ ജനം നോക്കി നിൽക്കുമെന്നാണോ? ഇവിടെ ഓൺലൈൻ എന്ന് പറയുന്ന ഒരു സംഭവം, നവമാധ്യമരംഗം, എന്തും പറയാനുള്ള വേദിയാണോ അത്? എന്തും പ്രചരിപ്പിക്കാനുള്ള വേദിയാണോ? ആരെക്കുറിച്ചും എന്തും പറയാം, എന്തും പ്രചരിപ്പിക്കാം. ഒരു ദിവസം അവിടെ പ്രചരിപ്പിച്ചാൽ പിറ്റേ ദിവസം നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടും. അവർക്കതിന്റെ പിതൃത്വം വേണ്ട. ഇന്ന് ഓൺലൈനിൽ വന്നിരിക്കുന്നു. ഇങ്ങനെ അടിസ്ഥാനരഹിതമായ ആക്ഷേപങ്ങൾ ഉന്നയിക്കുക. ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ, അവിടെ കുടുംബത്തെ അപമാനിക്കുക, ആ കുടുംബത്തെ ജീവിക്കാൻ അനുവദിക്കാതിരിക്കുക. മുഖ്യമന്ത്രിയുടെ മകളുടെയും മകന്റെയും രക്തത്തിന് വേണ്ടിയല്ലേ നിങ്ങൾ ദാഹിച്ചത്? ഇതാണോ UDF? BJP RSS ഇതിനെ സഹായിക്കുന്നതിന്, ഇവരുടെ സഹായിയായി നടക്കുന്നതിന്? ആ VD
സതീശൻ പറവൂരിൽ ചെന്ന് RSSന്റെ ഗോൾവാൾക്കരുടെ അദ്ദേഹത്തിന്റെ പടത്തിന് മുമ്പിൽ ചന്ദനത്തിരി കത്തിച്ച് മെഴുകുതിരി കത്തിച്ച് കർപ്പൂരം വെച്ച് കത്തിച്ച് നമസ്കരിച്ചതിന്റെ പ്രതിഫലം VD സതീശ, നിങ്ങളുമായിട്ടാണ് RSSന് ബന്ധം. നിങ്ങളാണ് തലയിൽ തുണിവിട്ട് RSSന്റെ ഓഫീസുകളിൽ കയറിയിറങ്ങുന്നത്. ഈ നാടിന്റെ വികാരങ്ങൾ മനസ്സിലാക്കണം, രാജ്യത്തെക്കുറിച്ച് മനസ്സിലാക്കണം. പ്രതിപക്ഷ നേതാവ് എന്ത് പ്രതിപക്ഷ നേതാവ്? ഈ നാടിന്റെ വികസനത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഈ രാജ്യം അഭിവൃദ്ധിപ്പെടാനുള്ള ഏതെങ്കിലും ഒരു നടപടിയോടൊപ്പം പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നോ? എല്ലാറ്റിനെയും പൊളിക്കാൻ നടക്കുന്ന ഒരു നേതാവ്. ഇവിടെ കേരളത്തിന്റെ അഭിമാന പദ്ധതിയായിരുന്നു വിഴിഞ്ഞം സീ പോർട്ട്. ആ പോർട്ട് തകർക്കാൻ പോയില്ലേ? ആ പോർട്ടിന്റെ ഉദ്ഘാടനം ബഹിഷ്കരിച്ചു. നമ്മുടെ കേരളത്തിലൊക്കെ ധാരാളം പ്രവാസികളുണ്ട്. ആ പ്രവാസികളുടെ ക്ഷേമത്തിനുള്ളതാണ് അഖില കേരള ലോകസഭ പ്രവാസി സഭ. ആ പ്രവാസി സഭയുടെ ലോക കേരള സഭ എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. ആ ലോക കേരള സഭയുടെ സമ്മേളനം ചേരുന്നു. എല്ലാ പ്രവാസികളും അതിൽ പങ്കാളികളാകുന്നു. അമേരിക്കയിലും UK-യിലും ഇറ്റലിയിലും ദുബായിലും സൗദി അറേബ്യയിലും ഖത്തറിലും ഒക്കെയുള്ളവർ എല്ലാവരും അതിൽ പങ്കാളികളാകുന്നു. കക്ഷി രാഷ്ട്രീയമില്ല. അവരുടെ പ്രശ്നം പറയാം, അവയ്ക്ക് പരിഹാരമുണ്ടാക്കാം. അതിനു വേണ്ടിയിട്ട് ഒരു വേദിയാണത്. ആ ലോക കേരള സഭ സംഘടിപ്പിച്ചു. UDF-ൽ കോൺഗ്രസ് എന്താ ചെയ്തത്? അത് ബഹിഷ്കരിക്കാൻ ആഹ്വാനം കൊടുത്തു. പക്ഷേ മുസ്ലിം ലീഗിലെ KMCC, അവർ വിദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു സാംസ്കാരിക സംഘടനയാണ്, മുസ്ലിം കൾച്ചറൽ സെന്റർ. അവരുടെ പ്രഖ്യാപനത്തെ തള്ളിക്കളഞ്ഞു. അവർ നല്ലതുപോലെ സഹകരിച്ചു. മുസ്ലിം ലീഗിന് ആ കാര്യങ്ങൾ ശരിയായ നിലപാടുണ്ട്. കോൺഗ്രസ് ബഹിഷ്കരിച്ചില്ലേ? ആ പരിപാടി പൊളിക്കാൻ നടന്നില്ലേ? അങ്ങനെ ഒരു സഭ ചേർന്നതിന്റെ ഭാഗമായിട്ടാണ് ഷാർജയിലെ ജയിലിൽ നിരവധി കേരളീയരുണ്ട്. ആ കേരളീയരെ മോചിപ്പിക്കാൻ ഇടപെടണം എന്ന അഭിപ്രായം വന്നു. മുഖ്യമന്ത്രി ഇടപെട്ടു. ഷാർജയിലെ ഷെയ്ഖുമായി ബന്ധപ്പെട്ടു. 1072 അധികം വരുന്ന കേരളീയരെ ജയിൽ മോചിതരാക്കി. പല കേസുകൾക്കും പരിഹാരമുണ്ടാക്കി. ഇപ്പോഴും ആ ലോക കേരള സഭ വിളിക്കാൻ നടക്കണ്ടേ? ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞു, കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ്, CPM ഗവൺമെന്റ്, പിണറായി ഗവൺമെന്റ് ഈ ലോക കേരള സഭ സംഘടിപ്പിച്ചുകൊണ്ട് ലോകരാജ്യങ്ങളിലുള്ള മലയാളികളെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിന്റെ സമഗ്ര വികസനത്തിനും അതോടൊപ്പം പ്രവാസികളുടെ ക്ഷേമത്തിനും വേണ്ടി ഒട്ടനവധി നടപടികൾ സ്വീകരിക്കുകയാണ്. അതുകൊണ്ട് അത് ഇന്ത്യയിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ലോക കേരള സഭ പോലെ ഉത്തർപ്രദേശും രാജസ്ഥാനും ഒക്കെ സഭ സംഘടിപ്പിക്കണം എന്ന് കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശിക്കുകയാണ്. വികസന പദ്ധതിയെ സഹായിച്ചിട്ടുണ്ടോ? NH-66 ഉപേക്ഷിച്ചു പോയി. പൈപ്പ് ലൈൻ പദ്ധതി ഉപേക്ഷിച്ചിട്ട് പോയി. അതിനെ തടസ്സപ്പെടുത്തുന്നു. ഏത് പ്രശ്നങ്ങളിലും തടസ്സപ്പെടുത്തുക. ഇപ്പോൾ വളരെ പ്രശസ്തമാണ് നമ്മുടെ ശബരിമല സന്നിധാനം, അയ്യപ്പ സംഗമം. ശബരിമല സന്നിധാനത്തിലേക്ക് ലോകത്തിന്റെ നാനാ മേഖലകളിൽ നിന്നും ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ, അയ്യപ്പ ഭക്തന്മാർ, അവർ സന്നിധാനത്തിലേക്ക് വരുന്നു. ഇപ്പോൾ മലയാളികൾ മാത്രമല്ല, മറ്റു ഭാഷ സംസാരിക്കുന്നവര്, വിദേശികള്, സായിപ്പന്മാര് വരെ ശബരിമല സന്നിധാനത്തിലേക്ക് വരുന്നു. അങ്ങനെ സന്നിധാനത്തിലേക്ക് വരുമ്പോൾ ലക്ഷങ്ങളാണ് ഒത്തുചേരുന്നത്. ആ ലക്ഷങ്ങൾ ഒത്തുചേരുമ്പോൾ നാടാകെ വികസിക്കുകയാണ്. ഇവിടെ പത്തനംതിട്ട, അതുപോലെ തന്നെ കോട്ടയം, എറണാകുളം തുടങ്ങിയിട്ടുള്ള ജില്ലകളിലൊക്കെ ആ കാലഘട്ടം രാപ്പകൽ വ്യാപാരമാണ്, രാപ്പകൽ കച്ചവടമാണ്, ഹോട്ടലുകളാണ്, തുണിക്കടകളാണ്. ഒരുപാട് സ്ഥാപനങ്ങൾ രാപ്പകൽ പ്രവർത്തിക്കുന്നു. കോടിക്കണക്കിന് ഉറുപ്പിക ഇങ്ങോട്ട് വരുന്നു. വിദേശികളൊക്കെ വരുമ്പോൾ വിമാനത്തിലാണ് വരുന്നത്. വിമാന
സർവീസ് ലക്ഷങ്ങളാണ് കേരളത്തിലേക്ക് വരുന്നത്. ആ പണം മുഴുവൻ നമ്മുടെ കേരളത്തിന്റെ വികസനങ്ങളെ, ചലനത്തെ ശക്തിപ്പെടുത്തുന്നു. അവർ ഹോട്ടലിൽ പോകുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഹോട്ടലുകളിൽ താമസിക്കുന്നു, കാറുകളിലും ബസ്സുകളിലുമായി യാത്ര ചെയ്യുന്നു, വിമാനത്തിൽ വരുന്നു. ഈ പണം മുഴുവൻ കേരളത്തിൽ വിന്യസിക്കുകയാണ്. അതാണ് ഈ സീസണുകളിൽ കോട്ടയത്തും അതുപോലെ തന്നെ പത്തനംതിട്ടയിലുമൊക്കെ കാണുന്ന ഒരു ആർജവം, ഊർജം, വികസനം. കേരളം മുഴുവൻ വികസിക്കുകയാണ്. എല്ലാ ക്ഷേത്രങ്ങളിലും അതുപോലെ ആരാധനാ കേന്ദ്രങ്ങളിൽ നമുക്കിത് കാണാൻ കഴിയും. ഈ അയ്യപ്പ സന്നിധാനത്തിൽ മാത്രമല്ല, തമിഴ്നാടിൽ തന്നെയുള്ള വിശ്വാസ കേന്ദ്രങ്ങളിൽ എത്രമാത്രം ആയിരങ്ങളാണ് ഒത്തുചേരുന്നത്. ക്രിസ്തീയ ദേവാലയങ്ങളിൽ, പ്രശസ്തമായ ക്രിസ്തീയ ദേവാലയങ്ങൾ, ആയിരക്കണക്കിന് ആളുകൾ വന്നു ചേരുകയാണ്. ഇങ്ങനെ വരുമ്പോൾ അത് നാടിന്റെ ഒരു വികസനം, ചലനം, തൊഴിൽ, വലിയ സാധ്യത സൃഷ്ടിക്കെടുക്കുകയാണ്. നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക വിഭവങ്ങൾ വലിയതുപോലെ മാർക്കറ്റ് ചെയ്യപ്പെടുന്നു. ഇങ്ങനെയുള്ള വികസന കാര്യങ്ങൾ ഊർജപ്പെടുത്താൻ, കൂടുതൽ ശക്തിപ്പെടുത്താൻ ഈ അയ്യപ്പ സംഗമത്തിലൂടെ ഈ മഹാപ്രഭ വലിയതുപോലെ ഉയർത്തിക്കൊണ്ടുവന്നാൽ അത് കേരളത്തിന്റെ വളർച്ചയാണ്, കേരളത്തിന്റെ പുരോഗതിയാണ്, ഈ നാടിന്റെ ആകെ മാറ്റമാണ്. അത് സൃഷ്ടിക്കാനാണ് ഇടതുപക്ഷ ഗവൺമെന്റ് ശ്രമിച്ചത്. എന്താ UDF-കാരും BJP-കാരും ചെയ്തത്? ആ പദ്ധതി പൊളിക്കാൻ, അയ്യപ്പ സംഗമം പൊളിക്കാൻ ആസൂത്രിതമായി എന്തൊക്കെ നടത്തി, എന്തൊക്കെ അടിസ്ഥാനരഹിതമായ പ്രചരണങ്ങൾ നടത്തി. അതിനെ തുടർന്നുണ്ടായിട്ടുള്ള അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അയ്യപ്പ സംഗമത്തെക്കുറിച്ചിട്ടല്ല, ഇത് പൊളിക്കാനും വേണ്ടി ചിലർ നടത്തി, കോൺഗ്രസുകാർ നടത്തി. അതിന്റെ ഫലമായി ചില കാര്യങ്ങൾ പുറത്തു വന്നു. അപ്പോഴാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അവർക്ക് കിട്ടിയത്. ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉപയോഗിച്ചുകൊണ്ട് ഈ സംഗമം തകർക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കം നടത്തി. പക്ഷെ നമ്മുടെ പോലീസിന്റെയും അതുപോലെ തന്നെ ക്ഷേത്ര വിജിലൻസിന്റെയും ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടി അവരിതിന്റെ അന്വേഷണം നടത്തി. അപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ, സ്വർണ്ണ കവർച്ചയുടെ വിവരങ്ങൾ, ക്ഷേത്രത്തിൽ നിന്ന് അഴിമതിക്കാരെ, കൊള്ളക്കാരുടെ വിവരങ്ങളൊക്കെ പുറത്തു വന്നത്. ഓരോരുത്തരെയും പിടിച്ച് ജയിലിടുകയാണ്. കുറ്റം ചെയ്ത ഒരുത്തരെയും ഈ ഗവൺമെന്റ് വെറുതെ വിടില്ല. ദൈവത്തിന്റെ ആസ്ഥാനം ക്ഷേത്രങ്ങൾ, പള്ളികൾ, ചർച്ചുകൾ, ഇത്തരത്തിലുള്ള ആരാധനാ കേന്ദ്രങ്ങൾ, അതിന്റെ സമ്പത്ത് കൊള്ളയടിക്കാൻ ആരെയും ഈ ഗവൺമെന്റ് സമ്മതിക്കില്ല. ശക്തമായ നടപടി സ്വീകരിച്ചില്ലേ? ആ അയ്യപ്പ സംഗമം പൊളിക്കാൻ നടന്നു. ഇപ്പോഴാകട്ടെ കുറ്റവാളികളെ രക്ഷിക്കാനല്ലേ നടപടികളുമായി പോകുന്നത്. ഇതിനപ്പുറം കോൺഗ്രസ് ഒരു കാര്യം ചെയ്തു. ഇപ്പോൾ ശബരിമലയിൽ വന്നിട്ടുള്ള പുതിയ അഴിമതിയുടെ കെട്ടുകഥകൾ, ക്ഷേത്രത്തിന്റെ ആരാധനാ കേന്ദ്രത്തിന്റെ സ്വർണ്ണപ്പാളികളും ഉപകരണങ്ങളും വിറ്റ കാര്യങ്ങൾ, തട്ടിക്കൊണ്ടുപോയി കവർ ചെയ്ത കാര്യങ്ങൾ പുറത്തു വന്ന് പ്രശ്നമായി. ഇപ്പോൾ കോൺഗ്രസ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം, ഈ വിഷയം ചിലർ നടത്തിയിട്ടുള്ള ഞെട്ടിപ്പിക്കുന്ന കള്ളത്തരമാണ്. അത് ഗവൺമെന്റ് പിടിക്കുകയാണ്. എന്നാൽ ഈ സാഹചര്യം ഉപയോഗിച്ചുകൊണ്ട് ആന്ധ്രയിൽ, തെലങ്കാനയിൽ, തമിഴ്നാട്ടിൽ, കർണാടകത്തിൽ കോൺഗ്രസിന്റെ വലിയ സത്യാഗ്രഹങ്ങൾ. ഈ ശബരിമലയിലേക്ക് ആളിന് പോകരുത്, ശബരിമല സന്നിധാനത്തിന്റെ മഹത്വത്തെ ജനങ്ങളുടെ മുമ്പിൽ അവമതിപ്പുണ്ടാക്കാൻ, അപകീർത്തിപ്പെടുത്താൻ ഈ അയൽ സംസ്ഥാനങ്ങളിലൊക്കെ കോൺഗ്രസ് പാർട്ടി, അതിന്റെ അഖിലേന്ത്യാ നേതൃത്വം പരിപാടി സംഘടിപ്പിക്കുകയല്ലേ? എന്തിനു വേണ്ടിയായത്? നിങ്ങൾ ആന്ധ്രയിൽ നിന്ന് വരുന്ന ആ വിശ്വാസികളെ ഇവിടത്തേക്ക് വരാതെ തിരിച്ചയക്കാൻ, തമിഴ്നാട്ടിൽ വരുന്നവരെ തിരിച്ചയക്കാൻ, അവരുടെ ഭക്തിപ്രവാഹത്തെ ദുർബലപ്പെടുത്താൻ എന്തിനാ കോൺഗ്രസ് പാർട്ടി ഈ ചുമതല ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നത്? ഏത് ദൈവത്തെ സഹായിക്കാനാ? ഏത് ദൈവത്തിനെ സഹായിക്കാനാ? കോൺഗ്രസിന്റെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, 3.5 കോടി മലയാളികളുടെ ജന്മനാട്, ഇടതുപക്ഷത്തിന്റെ സ്വാധീനമുള്ളൊരു നാട്. ഈ നാട് വികസിക്കരുത്,
ഈ നാട് തകരണം, ഈ നാട് തകർക്കണം. അതിനുള്ള എല്ലാ വൃത്തികെട്ട വഴികളും ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. ആ കോൺഗ്രസ് ഈ നാടിന്റെ അപമാനമാണ്, ശാപമാണ്. ആ കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ ജനങ്ങളാകെ, എല്ലാ വിശ്വാസികളും, എല്ലാ ജാതിമതസ്ഥരായ ജനങ്ങളും ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഇടതുപക്ഷ സഖ്യത്തെ ശക്തിപ്പെടുത്താൻ മുന്നോട്ട് വരിക എന്നുള്ളതാണ് നമുക്ക് നിർവഹിക്കാനുള്ള ദൗത്യം. എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ള ഒന്നാണ്. അതുകൊണ്ട് നമ്മുടെ കേരളത്തെ തകർക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ്, കേരളത്തിന്റെ പുരോഗതിയെ തകർക്കാനുള്ള നീക്കമാണ്, വികസനത്തെ തകർക്കാനുള്ള നീക്കമാണ്, അതിന് വർഗീയ കലാപം സൃഷ്ടിക്കാനുള്ള നീക്കമാണ് ഇവിടെ UDF ആസൂത്രണം ചെയ്തിട്ടുള്ളത്. മുസ്ലിം ലീഗിനെ അറിയാതെ ഇതിലേക്ക് ആകർഷിച്ചെടുത്തിയടിച്ച് ഇവിടെ സംഘടനം ഉണ്ടാക്കാൻ, രക്തപ്പുഴ ഒഴുക്കാൻ, കലാപം ഉണ്ടാക്കാൻ, നാട് ചുട്ടുകരിക്കാൻ, അതിനു വേണ്ടിയിട്ടുള്ള ബോംബും ആയുധങ്ങളും തയ്യാറാക്കിയിട്ടാണ് ഇവിടെ കോൺഗ്രസിന്റെ MP പ്രവർത്തിച്ചത്. അതുകൊണ്ട് മുസ്ലിം ലീഗുകാരെ, നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ചിന്തിക്കുക. ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളെ, ഈ പ്രവർത്തനങ്ങളെ അംഗീകരിക്കേണ്ടതുണ്ടോ തള്ളിക്കളയേണ്ടതുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ച് ഉയർന്ന് പ്രവർത്തിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് പേരാമ്പ്രയിലെ ജനത കരുത്തും ശക്തിയുമുള്ള രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു ജനതയാണ്. നിങ്ങൾ വളരെ ശാന്തരായി ഇവിടുത്തെ അന്തരീക്ഷത്തെ മലിനമാക്കാൻ ആരെയും സമ്മതിക്കാതെ കൂടുതൽ കരുത്തോടുകൂടി പ്രവർത്തിച്ചിട്ടുണ്ട്. ആ പ്രവർത്തനം ഇനിയും അങ്ങോട്ട് തുടരാൻ കഴിയണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് ഈ നാടിന്റെ സമാധാനം കാത്തുസൂക്ഷിക്കാൻ, പരസ്പര വിദ്വേഷവും ശത്രുതയും ഉണ്ടാകാതിരിക്കാൻ എല്ലാവരെയും ചേർത്ത് പിടിച്ച് ഏകോദര സഹോദരങ്ങളെ പോലെ ജനങ്ങളുടെ ദുരിതങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ അതിന്റെ നേതൃരംഗത്ത് നിന്ന് പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ഞങ്ങൾ തളർന്നു വീഴുന്നത് വരെ, മരിച്ചു വീഴുന്നത് വരെ ഈ നാടിന്റെ ഐക്യവും സാഹോദര്യവും കാത്തുസൂക്ഷിക്കാൻ ഞങ്ങൾ പോരാടും. അതാണ് ഈ പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിന് എല്ലാവരുടെയും പിന്തുണയും കരുത്തും ഉണ്ടാകണം എന്നൊരിക്കൽ കൂടി നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ തരത്തിലുള്ള തെറ്റായ പ്രവണതകളുമായി പോകുന്ന UDFന്റെ നയങ്ങളെ തിരുത്തിക്കാൻ മുസ്ലിം ലീഗ് മുന്നോട്ട് വരട്ടെ. കോൺഗ്രസിനകത്ത് തന്നെയുള്ള നല്ലതുപോലെ ചിന്തിക്കുന്ന കോൺഗ്രസുകാർ ഇത്തരത്തിലുള്ള വൃത്തികെട്ട നേതൃത്വത്തെയും ഇത്തരത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നവരെയും ഒഴിവാക്കിക്കൊണ്ടുപോകാൻ നിങ്ങൾക്കും കഴിയട്ടെ എന്നാണ് അവരോടും എനിക്ക് വിനയപുരസരം അഭ്യർത്ഥിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പാകെ വിശദീകരിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദനങ്ങൾ.